Hi traders, welcome back to Market Verse. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ നിഫ്റ്റിയിൽ എങ്ങനെ വർക്ക് ചെയ്തിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,273 എന്ന ലെവലിലായിരുന്നു. ഇന്നൊരു 40 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 25,313 എന്ന ലെവലിലാണ് നിഫ്റ്റി ഓപ്പൺ ആയിരുന്നത്. ആകെ ഇന്ന് നൽകിയത് ഒരു 85-86 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ്. ഇന്നത്തെ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ വിരസമായിരുന്നു. ആദ്യത്തെ ഒരു ഉച്ച വരെയുള്ള ഒരു 12-1 മണി വരെയുള്ള സമയം വളരെ വിരസമായിരുന്നു. എന്നാലും നമ്മൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ടുതാഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ലെവലാണ് ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ്. ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ എന്നതായിരുന്നു നമ്മളുടെ താല്പര്യം, അഥവാ എൻ്റെ പ്ലാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ഇവിടെ നിന്നും പ്രൈസ് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഡൗൺ സൈഡിലോട്ട് വരുന്നു എന്ന് തോന്നുകയോ അതല്ലെങ്കിൽ ഈ ലെവലിന് മുകളിൽ കിടക്കാതെ ഇവിടുന്ന് വീണ്ടും ഈ സപ്പോർട്ടിലേക്ക് വന്നേക്കാം എന്ന് പ്രതീക്ഷിച്ചവർക്ക് പെട്ടെന്ന് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് സ്കാൾപ്പിംഗ് ട്രേഡിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവാം. അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. എന്നാൽ അതിനുശേഷം വീണ്ടും വെയിറ്റ് ചെയ്തു. ഇവിടെ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നു എന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് വീണ്ടും ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾക്ക് വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ഓർ ഈ ലെവലുകൾ ഏത് വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തിരഞ്ഞെടുക്കാമായിരുന്നു, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാമായിരുന്നു. ആ തരത്തിൽ ട്രേഡ് ചെയ്തവർക്കും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുക അഥവാ അതുവരെ രേഖപ്പെടുത്തിയ ലോ ടാർഗറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ തുടർന്ന് പ്രൈസ് ഇവിടെ നിന്നും ടേൺ ചെയ്ത് അപ്വേർഡ് ഇവിടെ ഹോൾഡ് ആകുന്നതാണ് കാണുന്നത്. സമയം പോകുന്നതിനനുസരിച്ച് റിവേഴ്സൽ പാറ്റേൺ നമുക്ക് തന്നുകൊണ്ടേയിരുന്നു. ആ തരത്തിൽ അത് തിരിച്ചറിയാൻ കഴിഞ്ഞ വ്യക്തികൾക്ക് ഇവിടെ നിന്നും ഒരു ട്രേഡ് എൻ്റർ ആവാൻ കഴിഞ്ഞിരുന്നു. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയിരുന്നെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലായിരുന്നു, അഥവാ ഇന്നത്തെ ഡേയ്സ് ഹൈ ആയിരുന്നു. എന്നാൽ ആ ലെവലിൽ എത്തിയില്ല. ഒരു ട്രേഡ് സാമാന്യം നല്ല പ്രീമിയം ഹൈക്ക് ഇതിനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടാൻ കാത്തു നിന്നവർക്ക് കൃത്യമായ ഡിക്ലൈൻ കിട്ടി. അതുപോലെ തന്നെ അതുവരെ രേഖപ്പെടുത്തിയ ഹൈക്ക് മുകളിലോട്ട് കടന്നിരുന്നു. എന്നാലും ഈ ലെവലിന് മുകളിലോട്ട് കടന്ന് ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം വിരസമായിരുന്നെങ്കിലും അധികം ലോസ് ഉണ്ടാകാതെ പ്രീമിയം മെൽറ്റിംഗ് ഏരിയയിൽ നന്നായി സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കാര്യമായ ലോസ് ഉണ്ടാവാതെ പലർക്കും പോസിറ്റീവ് ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പലരും P&L അയച്ചു തന്നത് ആഫ്റ്റർനൂണാണ് അയച്ചു തന്നത്. അപ്പോൾ അവരുടെ എല്ലാം പ്രോഫിറ്റ് ആയിരുന്നു തന്നവരുടെ എല്ലാം. വലിയ അപകടം കൂടാതെ ഇന്ന് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം പുതിയ ലോ തരാതെ വരുമ്പോൾ പ്രൈസ് ഹോൾഡ് ആവുകയാണ്, റിവേഴ്സ് ആയേക്കാം എന്ന ചിന്തയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്ന് ഗ്യാപ്പ് അപ്പ് തന്നിരുന്നു. അതിനുശേഷം വീണ്ടും വന്നെങ്കിലും ഇന്നലത്തെ ഡേയ്സ് ലോ ആയ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോന്നിരുന്നില്ല. അതൊക്കെ കൊണ്ട് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്തേക്കാം എന്ന് അനുമാനിക്കാൻ കഴിഞ്ഞവർക്ക് തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റ് പരിശോധിച്ചാൽ കാര്യമായ വ്യതിയാനങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. ലെവലുകൾക്ക് കാര്യമായ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിലും നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ നാളത്തേക്ക് ഏത് ലെവലുകളാണ് നമ്മൾ മാനിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 25,264 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന ഡേയ്സ് ലോ കൂടാതെ അതിന് ഇടയിൽ ഒരു ചെറിയ മൈനർ സപ്പോർട്ട് സോണും കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ലെവലുകൾ അത് തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ എന്നതാണ്. അപ്പോൾ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ ഹൈക്ക് മുകളിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ചും കൂടെ കൺവിക്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്. 25,333, 25,374, 25,400 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് പ്രതീക്ഷിക്കുക. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും.
പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് തന്നെയാണ്. അത്തരത്തിൽ ഇവിടെയായിട്ടാണ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഈ ലെവലിനിടയിലുള്ള ഓപ്പണിങ്ങിനെയെല്ലാം ഞാൻ സാധാരണ ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് തന്നെയാണ് കണക്കാക്കാറ്. അപ്പോൾ ഈ ലെവലിലോട്ട് ഒരു ഓപ്പണിംഗ് തന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പറയുന്നത് സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ ട്രേഡ് ചെയ്യാം. എന്നാൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആണെങ്കിലും പ്രധാനമായും നമുക്ക് ലഭിക്കേണ്ട പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കുമെന്ന് നമുക്ക് കൺവിക്ഷൻ ലഭിക്കേണ്ട ഒരു ലെവൽ 25,233 എന്ന് പറയുന്ന ഇന്നത്തെയും എല്ലാം ലോയാണ്. അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നിന്നാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആണ്, അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കുക. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 25,206, 174, 130, 102, 24,997 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 25,041 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ കണക്കാക്കുന്നത്. അത് ഇന്നലത്തെ നമ്മുടെ പ്ലാനിങ്ങിലും അതേ ലെവലുകൾ തന്നെയായിരുന്നു. ഞാൻ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഈ പറഞ്ഞ പോലെ ആഫ്റ്റർനൂൺ നല്ല ഒരു അപ്പ് മൂവ് റാലി തന്നെ ലഭിച്ചിട്ടുണ്ട്. പലരും വളരെ നല്ല പ്രോഫിറ്റിന്റെ ടാർഗറ്റ് പി ആൻഡിലുകൾ തന്നു കണ്ടിരുന്നു. അപ്പോൾ ഇത്രയും വലിയ മൂവ്മെന്റ് ലഭിച്ചപ്പോൾ നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. 51,690 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രൈസ് ഇവിടെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നാളെ ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആവാം, ഗ്യാപ്പ് ഡൗൺ ആവാം, ഫ്ലാറ്റും ആകാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവൽ ഇവിടെ പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട്, അതായത് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോൾ ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ പ്രധാന സ്റ്റോപ്പ് ലോസ്. ഇത് ഈ ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 54,750 രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ ഉയരം കണക്കാക്കിയിട്ടാണ്. വീണ്ടും പ്രൈസ് അപ്പോഴ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ നമുക്ക് ലഭിച്ച ഉയരം മാത്രമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്പോൾ ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അത് 51,962, 52,086, 52,221 എന്ന ലെവലുകളാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രധാനമായും ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഈ കാണുന്നവ. 51,556, 51,471, 51,400, 51,293, 238 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് അത്തരത്തിൽ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാം എന്ന ടാർഗറ്റുകളായി ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അടുത്തതായി സെൻസെക്സിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 82,500 എന്ന ലെവലാണ് പ്രധാന സപ്പോർട്ടായി ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ഡേയ്സ് ലോയും മറ്റൊരു സപ്പോർട്ട് മൈനർ സപ്പോർട്ടായി 82,426 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 82,829 എന്ന ലെവൽ തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണ് എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അതായത് ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് ടെസ്റ്റ് ചെയ്താലും കുറച്ചും കൂടി കൂടുതൽ കൺവിക്ഷൻ നമുക്ക് ലഭിച്ചേക്കാം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണെങ്കിലും അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത്
82,725 എന്ന കഴിഞ്ഞ ദിവസത്തെ ലെവലിനൊക്കെ മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്പോൾ ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 82,829, 897, 83,032 എന്നീ ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് എൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ, സപ്പോർട്ടിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ അത് ഈ ലെവലിന് താഴെയാണെങ്കിലും വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ബ്രേക്ക് ചെയ്യാതെ, അപ്പോഴ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡിക്ലൈൻ മെന്റാലിറ്റി, അത് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവൽ കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 82,188, 82,025, 81,852, 678, 575 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഇതെല്ലാം കഴിഞ്ഞ ദിവസവും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളവ തന്നെയാണ്. അവയിലൊന്നും ഞാൻ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ പതിവ് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ, ഗുണകരമായി തോന്നുന്നു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്ത് വയ്ക്കാറുണ്ട്. ചാനലിൽ ജോയിൻ ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നാളെയും നല്ല മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ, നല്ല ട്രേഡിംഗ് ചാൻസ് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.